സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. 9th ഹിന്ദി യൂണിറ്റ് 5 ഫസ്റ്റ് ചാപ്റ്റർ രാജ ഔർ വിദ്രോഹി നാടകയ്ക്ക് പാർട്ട് 3 എന്ന് പരിചയപ്പെടാം. നാടകത്തിൻ്റെ പഹല ദൃശ്യം അതുപോലെ തന്നെ ദൂസര ദൃശ്യം 2 വീഡിയോയിലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പാർട്ട് 3യിൽ നമുക്ക് പഠിക്കേണ്ടത് തീസര ദൃശ്യമാണ്. പേജ് നമ്പർ 83 ശ്രദ്ധിക്കുക. തീസര ദൃശ്യം. സേനാപതി കാ പ്രസ്ഥാൻ, ന്യായാധീശ് കാ പ്രവേശ്. സേനാപതി പോകുന്നു, ജഡ്ജിയുടെ പ്രവേശനം. ഇവിടെ ജഡ്ജിയോടാണ് ജനങ്ങൾ സംസാരിക്കുന്നത്. ജനത. മാനനീയ ന്യായാധീശ് മഹോദയ്, हम लोग जानना चाहते हैं कि हेम के साथ महाराज की ये जो लड़ाई हो रही है ये वो कहाँ तक उचित है. ഇപ്പോൾ മാനനീയ ന്യായാധീശ് മഹോദയ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അല്ലെ ആദരണീയനായ നൃത്തം. ന്യായാധീശ് മഹോദയ് എന്നാൽ ജഡ്ജി സർ. ഹം ലോഗ് ജാന്ന ചാത്തെ ഹെ, ഞങ്ങൾ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നു. കി അതായത് ഹേമ കെ സാത്ത് മഹാരാജിക്ക് വോ ജോ ലഡായി ഹോ രഹി ഹെ, ഹേമനോടൊപ്പം അല്ലെങ്കിൽ രാജാവുമായിട്ടുള്ള യുദ്ധം എത്രമാത്രം ഉചിതമാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ന്യായാധീശ് പറയുകയാണ്, അരേ ജരാ ഇസ്കി ബാത്ത് സുനോ, വേ തോ രാജാ ഹെ. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേൾക്കുവിൻ. വേ തോ രാജാ ഹെ, അദ്ദേഹം ഒരു രാജാവല്ലേ. അപ്പോൾ ജനത. ഇസ്ലിയെ തോ വേ ന്യായധർമ്മക്കെ പാലൻഹാർ ഹോങ്കെ. ഇപ്പോഴെന്താണ് ജനങ്ങൾ പറഞ്ഞത്? അതുകൊണ്ടാണ് അദ്ദേഹം ന്യായധർമ്മക്കെ പാലൻഹാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നീതി സംരക്ഷകനാവുക എന്നർത്ഥം. ന്യായധർമ്മം എന്ന് പറഞ്ഞാൽ നീതി സംരക്ഷിക്കുക, നീതി ധർമ്മം. പാലൻഹാർ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക. സത്യവും നീതിയും പാലിക്കുന്ന ആളാണല്ലോ രാജാവ് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ന്യായാധീശ് എന്ത് പറയുന്നു? ന്യായ് അന്യായത്തോ രാജാ ഹി ജാൻത്തെ ഹെ, ഹം ലോഗ് ക്യാ കർ സക്തെ ഹെ. ന്യായവും അന്യായവും എന്ന് പറഞ്ഞാൽ നീതിയും അനീതിയും രാജാവിന് മാത്രമേ ജാൻത്തെ ഹെ അറിയുകയുള്ളൂ. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഹം ലോഗ് ക്യാ കർ സക്തെ ഹെ, ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? എന്താണപ്പോൾ ജനത പറഞ്ഞത്? ഹം സമജ്തേ ഹെ കി ജബ് തക്ക് മഹാരാജ് ന്യായ് കി രാഹ് പർ ചലേംഗെ തബ് തക്ക് വേ ഹം ലോഗോं കെ രാജാ ബനെ രഹേംഗെ. ജനങ്ങൾ എന്താണ് പറയുന്നത്? ഹം സമജ്തേ ഹെ, ഞങ്ങൾക്ക് മനസ്സിലാക്കാം. ജബ് തക്ക് എത്ര വരെയാണോ മഹാരാജ് ന്യായ്ക്ക് രാഹുപ്പർ ചലേങ്കി, മഹാരാജാവ് നീതിയുടെയും സത്യത്തിൻ്റെയും വഴിയിലൂടെ നടക്കുന്നത് അല്ലെങ്കിൽ പോകുന്നത്, തബ് തക്ക് അതുവരെ, വേ ഹം ലോഗോं കെ രാജാ ബനരഹേഗെ എന്നാൽ അദ്ദേഹം ഞങ്ങളുടെ രാജാവായി തീരും അല്ലെങ്കിൽ രാജാവാവേണ്ടി വരും എന്നൊക്കെ പറയാം. ന്യായാധീശ്. അപ്പോൾ ജഡ്ജി എന്താണ് പറഞ്ഞത്? ലേക്കിൻ രാജാക്കി ഇച്ഛാക്കെ സാമനെ ഹമേ സിർ ജുഖാനാ ഹി പടേഗ. എന്നാൽ രാജാവിൻ്റെ ആഗ്രഹത്തിന് മുന്നിൽ ഹമേം ഞങ്ങൾക്ക് സിർ ചുഖാനാ ഹി പടേഗ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? തല കുനിക്കേണ്ടി തന്നെ വരും. സിർ ചുഖാന എന്ന് പറഞ്ഞാൽ തല കുനിക്കുക. ജനത. അഗർ വോ ഇച്ഛ അന്യായ് ഹോ അധർമ്മ ഹോ തബ് ബി. ഇപ്പോൾ ജനങ്ങൾ എന്താണ് പറഞ്ഞത്? അഥവാ ആ ആഗ്രഹം അന്യായവും അതുപോലെ തന്നെ അധർമ്മവും ആണെങ്കിലോ? ഇപ്പോൾ ന്യായാധീശൻ എന്താണ് പറഞ്ഞത്? ഹാം തബ് ബി എന്ന് പറഞ്ഞാൽ അപ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ ജനത. ജനങ്ങൾ എന്താണ് പറഞ്ഞത്? ക്യോം, അതെന്താ അങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട്? ന്യായാധീശ്. ബഡേ ആശ്ചര്യ കി ബാത്ത് ഹെ, ജാൻതേ നഹീ കി മഹാരാജ് കെ പാസ് കാഫി ബഡി ഫൗജ് കി താക്കത്ത് ഹെ. എന്താണ് ജഡ്ജി പറഞ്ഞത്? ബഡേ ആശ്ചര്യ കി ബാത്ത് ഹെ, അല്ലേ? വലിയ ഒരു അത്ഭുതപ്പെട്ട അല്ലെങ്കിൽ അത്ഭുതമുള്ളൊരു കാര്യം തന്നെ. ആശ്ചര്യം എന്ന് പറഞ്ഞാൽ ജാൻതേ നഹീ മനസ്സിലാവില്ല, കി മഹാരാജ് കെ പാസ് കാഫി ബഡി ഫൗജ് കി താക്കത്ത് ഹെ. ഫൗജ് എന്ന് പറഞ്ഞാൽ സേന, അല്ലേ? ഇപ്പോൾ മഹാരാജാവിൻ്റെ കൂടെ എന്തുണ്ട്? ഒരുപാട് സൈനികരുണ്ട്. അപ്പോൾ സൈനികരൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ എന്തുണ്ടാവാം? താക്കത്ത്, എനർജി ഉണ്ടാവാം. രാജാവ് ഒറ്റയ്ക്കല്ല, സൈനികരുണ്ടെന്നർത്ഥം. ജനത. മഹാരാജക്കോ അദാലത്തുമേ ബുലാനേക്ക് ആദേശ് ദീജിയെ. അപ്പോൾ ജനങ്ങൾ പറയുകയാണ്, മഹാരാജാവിനെ എത്രയും പെട്ടെന്ന് കോടതിയിൽ, അദാലത്ത് മീൻസ് കോടതി, അപ്പോൾ കോടതിയിലേക്ക് ബുലാനേക്ക് ആദേശ് ദീജിയെ വിളിക്കുവാനുള്ള ഉത്തരവ് നൽകിയാലും. ന്യായാധീശ്. മഹാരാജക്കോ അദാലത്തുമേ ബുലാന പടേഗ. ജഡ്ജി സർ എന്താണ് പറഞ്ഞത്? മഹാരാജാവിനെ കോടതിയിൽ വിളിക്കേണ്ടി വരും, വിളിക്കപ്പെടേണ്ടി വരും എന്നർത്ഥം. ബുലാന പടേഗ, അങ്ങനെ വരുമോ എന്നുള്ളൊരു ചോദ്യം പോലെ. അപ്പോൾ ജനങ്ങൾ.
अगर आप न्यायाधीश का कर्तव्य पालन नहीं कर सकते तो फिर आपका कोई फैसला हम नहीं मानेंगे. അപ്പോഴെന്താണ് ജനങ്ങൾ മറുപടി കൊടുത്തത്? അഗർ ആപ്പ് ന്യായാധീശ് കാ കർത്തവ്യ പാലൻ നഹീ കർ സക്തേ തോ എന്ന് പറഞ്ഞാൽ അഥവാ താങ്കൾ ജഡ്ജിയുടെ ആ കടമ നിർവഹിക്കുന്നില്ല എങ്കിൽ ഫിർ പിന്നീട് ആപ്കാ കോയി ഫൈസല അങ്ങയുടെ ഒരു തീരുമാനങ്ങളും ഹം നഹീ മാനെങ്കെ ഞങ്ങൾ അംഗീകരിക്കില്ല അല്ലെങ്കിൽ പാലിക്കില്ല എന്നൊക്കെ പറയാം. ന്യായാധീശ് തും സബ്കി ബാത്തേ ന്യായ സംഗത് ഹേ महाराज को बुलवा भेजने की अब ज़रूरत नहीं वे खुद ही इधर आ रहे हैं. അപ്പോഴെന്താണ് ജഡ്ജി സർ പറഞ്ഞത്? തും സബ്കി ബാത്തേ ന്യായ സംഗത് ഹേ എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം എന്താണ് നീതിയുക്തമാണ്. മഹാരാജ് കോ ബുൽവാ ഭേജനേക്ക് അബ് ജരൂരത്ത് നഹി ഹേ ഇപ്പോൾ മഹാരാജാവിനെ വിളിച്ച് വരുത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജരൂരത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം. വേ ഖുദ് ഹി അദ്ദേഹം സ്വയം തന്നെ ഇതർ ആരഹേ ഹേ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കണ്ടിന്യൂസ് ആണ്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം. അവിടെ ബ്രാക്കറ്റ് കാണാം രാജാ കാ പ്രവേശ്. അവിടെ ആര് വരുന്നു? രാജാവ് പ്രവേശിക്കുന്നു. രാജ യഹാ ഭീഡ് ക്യോം ലഗി ഹേ തും ലോഗോं को क्या चाहिए? जनता हमें न्याय चाहिए महाराज. राजा इसके लिए अदालत है വഹാം ജാനെ പർ ന്യായ് കെ ലിയെ സോച്നാ നഹീം പടേഗ. അപ്പോഴെന്താണ് രാജാവ് പറയുന്നത്? യഹാം ഭീഡ് ക്യോം ലഗി ഹേ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഇത്രയും ജനക്കൂട്ടം? തും ലോഗോं को क्या चाहिए നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് വേണ്ടത്? ജനത ഹമേ ന്യായ് ചാഹിയെ മഹാരാജ് നമുക്ക് നീതിയും സത്യ വേണം എന്ന് മഹാരാജാവിനോട് ജനങ്ങൾ പറഞ്ഞു. അപ്പോഴെന്താണ് രാജാവ് പറഞ്ഞത്? ഇസ്കേ ലിയെ അദാലത്ത് ഹേ അപ്പം നീതിയും അതുപോലെ സത്യവും ഇതൊക്കെ എവിടെയാണ് കിട്ടുക? കോടതിയിലാണ്. വഹാം ജാനെ പർ അവിടെ പോയി കഴിഞ്ഞാൽ ന്യായ്ക്കലെ സോച്നാ നഹീം പടേഗ ന്യായത്തിന് വേണ്ടി ചിന്തിക്കേണ്ടി വരികയില്ല എന്ന് രാജാവ് ജനങ്ങളോട് മറുപടി നൽകി. जनता माननीय न्यायाधीश से जानना है कि हेम के विरुद्ध महाराज की लड़ाई क्या उचित है? राजा उचित राजा कभी अन्याय नहीं कर सकते. जनता राजा जब अन्याय करते हैं फिर वे राजा नहीं रहते. राजा तुम लोग कड़ी बातें कर रही हो इसका परिणाम सोच लो. അപ്പോഴെന്താണ് ജനങ്ങൾ പറഞ്ഞത്? മാനനീയ ന്യായാധീശ ജാന്യായകം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ജഡ്ജി സാറിനോട് അറിയാൻ വേണ്ടി വന്നതാണ് നമ്മൾ. ഹേമയ്ക്ക് വിരുദ്ധ മഹാരാജിക്ക് ലഡായി എന്ന് പറഞ്ഞാൽ ഹേമമായിട്ട് മഹാരാജാവിൻ്റെ യുദ്ധം ചെയ്യുന്നത് അതിനോട് യോജിക്കുമോ അല്ലെ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ രാജാവ് എന്താണ് പറഞ്ഞത്? ഉചിത് യോജിക്കുന്നുണ്ടോ എന്നോ? രാജാ കബി അന്യായ നഹീ കർ സക്തേ രാജാവ് ഒരിക്കലും അനീതി പ്രകടിപ്പിക്കില്ല. അപ്പം ജനങ്ങൾ എന്ത് പറയാണ്? രാജ ജബ് അന്യായ് കർത്തേ ഹേ ഫിർ വേ രാജ നഹീം രഹത്തെ രാജാവ് എപ്പോഴാണോ അന്യായം അനീതി പ്രവർത്തിക്കുന്നത് അവർ പിന്നീട് ഒരിക്കലും അവർ എന്തായിത്തീരില്ല, രാജാവാവില്ല എന്നുള്ള ഭാഗം ആരോ പറയാണ്? ജനങ്ങൾ രാജാവിൻ്റെ മുഖത്ത് നോക്കി അങ്ങോട്ടേക്ക് പറയുകയാണ്. അപ്പോഴെന്താണ് രാജാവ് പറഞ്ഞത്? തും ലോഗ് കടീ ബാത്തേ കർ രഹി ഹോ നിങ്ങളെല്ലാവരും കഠിനമായ വാക്കുകൾ രാജാവിനോട് സംസാരിക്കുകയാണോ? ഇസ്കാ പരിണാം സോച്ചിലേ ഇതിനുള്ള എന്താണ് ഫലം നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ? പരിണാം എന്ന് പറഞ്ഞാൽ അവിടെ ഫലങ്ങൾ, സോച്ചിന എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, ആലോചിച്ചിട്ടുണ്ടോ എന്ന് രാജാവ് മറുപടി പറയുകയാണ്. നെക്സ്റ്റ് जनता राजा कभी अन्याय नहीं करते इस बात का मतलब अब भी सोच लीजिए महाराज हम सब ने जानना चाहते हैं कि हेम का अपराध क्या है. राजा इसको तो मैं टेक टेक से बता नहीं सकता. जहाँ तक मुझे याद है कि एक दिन राजमहल का हाथी जब घूमने निकला था टेक उसी वक्त हेम ने उसके सामने थूक दिया था. इसे सभी ने देखा है. जनता राजा के कानून में अगर दंड देने लायक हो तो अदालत में हेम पर मुकदमा क्यों न चलाया जाए. राजा यानी कि लड़ाई के आनंद और उल्लास से तुम लोग मुझे अलग करना चाहते हो. जनता इसलिए कि लड़ाई अन्याय है राजा लेकिन हमें इसकी बेहद ज़रूरत है. ജനങ്ങൾ എന്താണ് പറയുന്നത്? രാജാ കബി അന്യായ നഹീം കർത്തെ രാജാവ് ഒരിക്കലും അന്യായം അല്ലെങ്കിൽ അനീതി പ്രകടിപ്പിക്കില്ല. ഇസ് ബാത് കാ മതലബ് ആപ് ഭി സോച്ച് ലീജിയേ ഇതിൻ്റെ അർത്ഥം അങ്ങും ചിന്തിച്ചാലും. മഹാരാജ് ഹംസ് വിനയ് സവിനയ് ജാനന ചാഹത്തെ ഹെ മഹാരാജാവേ
വിനയത്തോടെ അറിയുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഹേം കാ അപരാധ് എന്ന് പറഞ്ഞ അർത്ഥം? ഹേം കാ അപരാധ് ക്യാ ഹേ? ഹേം എന്ത് കുറ്റമാണ് ചെയ്തതെന്ന് അങ്ങ് തന്നെ വെളിപ്പെടുത്തിയാലും. രാജാവ് പറയാണ്, ഇസ്കോ തോ മൈ ടീക്ക് ടീക്ക് സെ ബതാ നഹീ സക്താ. അതായത് മൈ ടീക്ക് സെ ബതാ നഹീ സക്താ, ഇതെനിക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ സാധിക്കില്ല, എങ്കിലും ജഹാൻ തക്ക് മുझे യാദ് ഹേ, എനിക്കൊരു ഓർമ്മ വരുന്നവരെ, ഏക് ദിൻ രാജമഹൽ കാ ഹാത്തി ജബ് ഗൂമിനെ നികല, ഒരു ദിവസം കൊട്ടാരത്തിലെ ആന ഗൂമിന കറങ്ങാൻ വേണ്ടി പോയപ്പോൾ ടീക്ക് ഉസീ വക്ത്, ആ കൃത്യ ടൈമിൽ തന്നെ ഹേമനെ ഉസ്കെ സാമനെ തൂക്ക് ദിയ, ആ സമയത്ത് ഹേം എന്ത് ചെയ്തു? അതിൻ്റെ മുന്നിൽ തൂക്കിന എന്ന് പറഞ്ഞാൽ തുപ്പുകയും ചെയ്തു. ഇസേ സബീനെ ദേക്കാ ഹെ, ഇതെല്ലാവരും കണ്ടത് തന്നെയാണ് എന്നെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ജനങ്ങൾ രാജാക്കെ കാനൂൻ മേം അഗർ ദണ്ഡ് ദേനെ ലായക് ഹോ തോ അദാലത്ത് മേ ഹേം പർ മുഖ്ദമ ക്യോം ന ചലായ ജായേ. ഇവിടെ കാനൂൻ എന്ന് പറഞ്ഞാൽ നിയമം, ദണ്ഡ് എന്ന് പറഞ്ഞാൽ പണിഷ്മെൻ്റ്, ശിക്ഷ, ഹോത്തോ അദാലത്ത് മേ ഹേമ പർ മുഖ്ദമ എന്ന് പറഞ്ഞാൽ കേസ്, ക്യോം ന ചലായ ജായേ എന്ന് പറഞ്ഞ അർത്ഥം രാജാവിൻ്റെ നിയമമനുസരിച്ച് ശിക്ഷ കൊടുക്കേണ്ടതാണെങ്കിൽ കോടതിയിൽ ഹേമിനെതിരെ എന്തുകൊണ്ട് സർ കേസ് നടത്തിയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. രാജ യാനി കി, അതായത് ലഡായിക്ക് ആനന്ദ് और उल्लास से तुम लोग मुझे अलग करना चाहते हैं. അതായത് ലഡായി, അതായത് യുദ്ധം എന്ന് വെച്ചാൽ യുദ്ധം ചെയ്ത ആ സന്തോഷവും അതുപോലെ തന്നെ ഉത്സാഹവും കൊണ്ട് നിങ്ങൾ എന്നെ അകറ്റാൻ വേണ്ടി നോക്കുകയാണോ എന്ന് പറഞ്ഞാൽ, അലഗ് കർണം എന്ന് പറഞ്ഞാൽ അകറ്റാൻ ശ്രമിക്കുകയാണോ എന്നുള്ള രീതിയിൽ രാജാവ് മറുപടി പറയാണ്. അപ്പോൾ ജനങ്ങൾ എന്താണ് പറഞ്ഞത്? ഇസ്ലിയെ കി ലഡായി അന്യായ് ഹെ, ഈ യുദ്ധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അന്യായം, അനീതിയാണ്. അപ്പോൾ രാജാവ് പറയാണ്, ലേക്കിൻ ഹമേം ഇസ്കി ബേഹദ് സരൂരത്ത് ഹേ, ബേഹദ് മീൻസ് അത്യധികം, എനിക്ക് ഇത് അത്യാവശ്യമായ ഒന്നാണ് യുദ്ധം, അതുകൊണ്ട് എനിക്ക് ഇത് യുദ്ധം നടത്തിയേ പറ്റൂ എന്ന് പറയുന്നത് പോലെ രാജാവ് അവിടെ പറയുകയാണ്. നെക്സ്റ്റ് ഭാഗം, ജനത സരൂരത്ത് ക്യോ രാജ ഖാലി ബൈഠെ ബൈഠെ ഹമാരെ സൈനിക ലഡന ബോൽത്തെ ജാ രഹേ ഹേ, ജനത തബ് തോ ഹം ലോഗ് ഹേം കി തരഫ് ഹേ, ചലോ ബായ് ചൽക്കർ ഹേം കെ സാത്ത് മസ്ബൂത്ത് കരെ. അപ്പോൾ ജനങ്ങളൊക്കെ പറയാണ്, ജരൂരത്ത് എന്താണ് ഇത്രയും അത്യാവശ്യം എന്ന് രാജാവിനോട് ചോദിച്ചു. രാജ കാലി ബൈഠെ ബൈഠെ ഹമാരെ സൈനിക, അതായത് വെറുതെ ഇരുന്നിരുന്ന് ഞങ്ങളുടെ സൈനികരൊക്കെ ലഡ്ന ബോൽത്തേ ജാ രഹി ഹേ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ മറന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ എന്തു പറയാണ്? തബ് തോ ഹം ലോഗ് ഹേം കി തരഫ് ഹേ എന്ന് പറഞ്ഞാൽ രാജാവിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഹേമിനോടൊപ്പമാണ്. ചലോ ബായ് എന്ന് എല്ലാവരും ജനങ്ങളോട് പറയുകയാണ്, എല്ലാവരും നടക്കുവേൻ. ചൽക്കർ ഹേമക്കെ സാത്ത് മസ്ബൂത്ത് കരെ, നമുക്ക് എല്ലാവർക്കും ഹേമിനോടൊപ്പം ശക്തരാവാം. അങ്ങനെ എല്ലാവരും മുന്നോട്ടേക്ക് പോകുന്നു. ഈ ഭാഗത്തെ പ്രധാന ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 84. यानी कि लड़ाई के आनंद और उल्लास से तुम लोग मुझे अलग करना चाहते हो. രാജാവ് പറഞ്ഞാണ്. ഏ വാക്യ കിസ്നെ കിസ്സെ കഹ, ആര് ആരോട് പറഞ്ഞതാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു മാർക്കോ 2 മാർക്കോ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്താണ് എഴുതുക? കിസ്നെ എന്ന് പറഞ്ഞാൽ ആര്, കിസ്സെ സേ എന്ന് പറഞ്ഞാൽ ആൽ, ഓട്, കൊണ്ട്, മുതൽ, കാൾ, ഒരുപാട് മീനിങ് ഉള്ളതാണ്. അപ്പോൾ ആരോട് എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. ആര് ആരോട് പറഞ്ഞതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ആൻസർ എഴുതുക? രാജാ നെ ജനദാസെ കഹ, രാജാവ് ജനങ്ങളോട് പറഞ്ഞു. അവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. യാനിക്ക് ലഡായിക്ക് ആനന്ദ് और उल्लास से तुम लोग मुझे अलग करना चाहते हैं, നമ്മളിപ്പോൾ വായിച്ചത് തന്നെയാണ്. അതിൻ്റെ കൂടെ ലഡായി സെ ആനന്ദ് और उल्लास का അനുഭവ് करने वाले രാജ, യുദ്ധം കൊണ്ട് സന്തോഷവും ഉത്സാഹവും അനുഭവിക്കുന്ന രാജാവിനു നേരെയായിട്ട് താങ്കൾ എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് ചോദ്യം. എന്താണ് നിങ്ങൾ എഴുതുക? ലഡായി സെ ആനന്ദ് और उल्लास का അനുഭവ് करने वाला രാജ ദൂസരോं के दुख में खुश होने वाला है, അങ്ങനെ ചെയ്തൂടെ? അതായത് യുദ്ധത്തിൽ സന്തോഷിക്കുന്ന രാജാവ് എന്തായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക? മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അയാൾ സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ഐസാ രാജ അപ്പന പദുപ്പർ ആദർ കർണേ വാല നിഹി, അങ്ങനെയുള്ള രാജാവ് തൻ്റെ രാജപദവിയിൽ ബഹുമാനിക്കപ്പെടുന്നവനും ആവില്ല എന്ന് എഴുതാം. ഓക്കെ, താങ്ക് യു.